ഒരു ഫുട്ബോൾ അല്ല, ഫുഡ് ബൗൾ പൂച്ചകളുടെ സോഷ്യൽ മാപ്പ് തന്നെ എൻറ്റയർലി റീറൈറ്റ് ചെയ്യും എന്ന് നിങ്ങൾക്കറിയാമോ? കുറച്ച് ഫെറൽ കാറ്റ്സിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നാണ് ഇത് മനസ്സിലായത്. സ്ട്രേ കാറ്റ്സ് അഥവാ തെരുവു പൂച്ചകളെ പിടിച്ചുകൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന സ്ഥലത്തെ പൂച്ചകളെയാണ് ഫെറൽ കാറ്റ്സ് എന്ന് പറയുക. അവിടെ ഫുഡ് കൊടുക്കുന്ന രീതിയിൽ നടത്തിയ പല പരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലായത് സെയിം സ്പോട്ടിൽ സെയിം സമയത്ത് സെയിം ക്വാണ്ടിറ്റിയിൽ കൊടുക്കുന്ന ഫുഡിന് പൂച്ചകളുടെ സ്വഭാവത്തെ മുഴുവനും നിയന്ത്രിക്കാനാവും എന്നാണ്. ഇത്തരത്തിൽ ഫുഡ് കൊടുത്താൽ അവരുടെ അഗ്രഷൻ കുറയുന്നു, അവരുടെ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് കുറയുന്നു, ടെറിട്ടറിയെക്കുറിച്ചുള്ള ബോധം കുറച്ച് മൈൽഡ് ആകുന്നു. ഇതുകൊണ്ട് തന്നെ പരസ്പരം കടിപിടി കൂടുന്നില്ല. ഫുഡ് പല സമയങ്ങളിൽ കൊടുത്തപ്പോൾ വല്ലാതെ അങ്ങ് പൂച്ചകൾ അഗ്രസീവ് ആകുകയും നന്നായി കടിപിടി കൂടുകയും ചെയ്തു. രസകരമായ വസ്തുത അതല്ല, ഫുഡ് കൂട്ടിയപ്പോൾ പൂച്ചകൾ റീപ്രൊഡക്ഷനും കൂട്ടി, അതായത് പെറ്റുപെരുകി. ഇതിൽ നിന്നും സയന്റിസ്റ്റ് മനസ്സിലാക്കിയത് ഫുഡിന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയാണ് അവരുടെ റീപ്രൊഡക്ഷൻ സ്കെയിൽ പോലും തീരുമാനിക്കുന്നത് എന്നുള്ള വസ്തുതയാണ്.